ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ്, അതായത് ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ ഫുൾ മാർക്സ് വാങ്ങാൻ റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അല്ലേ? ഈ ഒന്നാമത്തെ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ബേസാണ്, ഒരു അടിത്തറ. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഡെഫിനിഷൻസ് ചോദിക്കാം, കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വരാം, ചിലപ്പോൾ 5 മാർക്കിൻ്റെ വലിയ ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടെ തന്നെ ഇത് പഠിക്കാൻ പോവാണ്. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്കും എന്താണ് ബിസിനസ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നമ്മൾ ദിവസവും കാണുന്നില്ലേ നമ്മുടെ വീടിനടുത്തുള്ള കടകൾ, നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്, ഇതെല്ലാം ഈ ബിസിനസ് ലോകത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കിതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും ബേസിക് ആയ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ജോലികളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, രണ്ട് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ജീവിക്കാൻ ഒരു വരുമാനം വേണമല്ലോ, അതിനുവേണ്ടി ചെയ്യുന്ന ജോലികൾ. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നയാളെ ഓർത്താൽ മതി. ഇനി നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലോ, അത് പണത്തിനു വേണ്ടിയല്ല, സ്നേഹം കൊണ്ടോ ഒരു സന്തോഷത്തിനോ അല്ലെങ്കിൽ ഒരു കടമ എന്ന നിലയ്ക്കോ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെയൊക്കെ അമ്മമാര് വീട്ടിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നത്. അതിന് ശമ്പളം വാങ്ങാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ബിസിനസ്? നമുക്ക് നോക്കാം. ബിസിനസ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ? ലക്ഷ്യം പണമുണ്ടാക്കുകയാണ്. പക്ഷേ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒന്ന്, അവിടെ ഒന്നുകിൽ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കണം. 2, ഇത് സ്ഥിരമായിട്ട് ഒരു റെഗുലർ ബേസിസിൽ ചെയ്യണം. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ പഴയൊരു ഫോൺ വിറ്റു. അതൊരു ബിസിനസ് ആകുമോ? ഇല്ല, കാരണം അത് ഒരു തവണത്തെ കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു മൊബൈൽ ഫോൺ കട നടത്തുകയാണെങ്കിലോ, അത് ബിസിനസ്സാണ്. കാരണം അതൊരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ലാഭം, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അടുത്തത് നമുക്ക് പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. ഇതും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, പണം സമ്പാദിക്കാൻ തന്നെ. പക്ഷേ ബിസിനസ്സിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ആ ജോലി ചെയ്യാൻ പ്രത്യേകമായ അറിവും കഴിവും വേണം, ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണം. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ലോയർ. അവർക്ക് ആ ജോലി ചെയ്യാൻ അതിൻ്റേതായ പഠിപ്പും പരിശീലനവും പിന്നെ അവർ പാലിക്കേണ്ട ചില നിയമങ്ങളുമുണ്ട്. അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എക്കണോമിക് ആക്ടിവിറ്റി, അതാണ് എംപ്ലോയ്മെന്റ്. നമ്മൾ സാധാരണ പറയുന്ന ജോലി. ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരാൾ, അതായത് എംപ്ലോയി, മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ആ മറ്റൊരാളെ നമ്മൾ എംപ്ലോയർ എന്ന് വിളിക്കും. ഈ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് കിട്ടും? കൃത്യമായ ശമ്പളം കിട്ടും. അതാണ് സാലറി അല്ലെങ്കിൽ വേജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച 3 എണ്ണം, അതായത് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ടേബിൾ ഒന്ന് നോക്കിക്കേ. റിവാർഡ്, അതായത് പ്രതിഫലം എങ്ങനെയാണ് വരുന്നത്? ബിസിനസ്സിൽ അത് പ്രോഫിറ്റാണ്, പ്രൊഫഷണൽ ഫീ ആണ് അല്ലേ? ഡോക്ടർക്ക് നമ്മൾ ഫീസ് കൊടുക്കും. എംപ്ലോയ്മെന്റിൽ സാലറിയാണ്. അതുപോലെ റിസ്ക്, നഷ്ടം വരാനുള്ള സാധ്യത എവിടെ ഏറ്റവും കൂടുതൽ? തീർച്ചയായും ബിസിനസ്സിൽ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ശരി, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ബേസിക് കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഭാഗത്തേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിനെയും നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഇൻഡസ്ട്രി, 2 കോമേഴ്സ്. ആദ്യം നമുക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇതിനെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്നാമത്തേത് പ്രൈമറി ഇൻഡസ്ട്രി. ഇത് പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്ന് നേരിട്ട് റിസോഴ്സസ് എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് കൃഷി അല്ലെങ്കിൽ ഖനനം, മൈനിംഗ് ഒക്കെ. ഇനി രണ്ടാമത്തേത് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇതെന്താ ചെയ്യുന്നേ? ഈ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അതായത് പരുത്തി ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്നൊരു മില്ല്, അത് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. ഇനി മൂന്നാമത്തേത് ടെർഷ്യറി ഇൻഡസ്ട്രി. ഇത് ആദ്യത്തെ 2നെയും സഹായിക്കുന്ന സർവീസസ് അഥവാ സേവനങ്ങളാണ്. ബാങ്കിംഗ്, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, ഇതെല്ലാം ടെർഷ്യറിയിൽ വരും. ഇതിനെ സർവീസ് ഇൻഡസ്ട്രി എന്നും പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഇല്ലേ, അതിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഇതിന് 4 ടൈപ്പുണ്ട്, ശ്രദ്ധിക്കണേ. 1, അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഇവിടെ ഒരു സാധനത്തിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് പല പല സാധനങ്ങൾ വേർതിരിച്ചെടുക്കും. ഒരു ഓയിൽ റിഫൈനറി ഓർത്തു നോക്കൂ. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഒക്കെ വേർതിരിച്ചെടുക്കുന്നില്ലേ? അതുപോലെ. 2, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ഇത് അനലിറ്റിക്കലിന്റെ ഓപ്പോസിറ്റാണ്. പല സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് സിന്തസൈസ് ചെയ്ത് പുതിയൊരു സാധനമുണ്ടാക്കുന്നു. സിമന്റ് ഉണ്ടാക്കുന്നത് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. മൂന്നാമത്തത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി.
ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് പല സ്റ്റേജുകളിലൂടെ പല പ്രോസസ്സുകളിലൂടെയും കടന്നുപോയിട്ടാണ്. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കൂ, പല ഘട്ടങ്ങളിലെ. അവസാനത്തത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇവിടെ പല ഭാഗങ്ങൾ, പല പാർട്സ് ഒരുമിച്ച് ചേർത്ത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കാറൊക്കെ അസംബിൾ ചെയ്യുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇനി എന്തു വേണം? ഇത് ആളുകളിലേക്ക്, അതായത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണ്ടേ? ആ ഒരു മുഴുവൻ പ്രോസസ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കൊമേഴ്സ്. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, കച്ചവടം. സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗം ഓക്സിലറീസ് ടു ട്രേഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, ട്രേഡിനെ സഹായിക്കുന്നവ. കച്ചവടം നടക്കണമെങ്കിൽ കുറേ സഹായങ്ങൾ വേണ്ടേ? ഫാക്ടറിയിലുണ്ടാക്കിയ സാധനം കടയിലെത്തിക്കാൻ ട്രാൻസ്പോർട്ട് വേണം. സാധനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ ഇൻഷുറൻസ് വേണം. പണം കൈമാറാൻ ബാങ്കിംഗ് വേണം. ഇതെല്ലാമാണ് ഓക്സിലറീസ് ടു ട്രേഡ്. ഇതുവരെ നമ്മൾ കുറേ തിയറി പഠിച്ചു, അല്ലേ? ഇനി ഇത് വെച്ച് പരീക്ഷയ്ക്ക് എങ്ങനെ ഉത്തരമെഴുതാമെന്ന് നോക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ഇതൊരു 5 മാർക്കിന് വന്നാൽ എങ്ങനെ പോയിന്റായി നല്ലൊരു ഉത്തരം എഴുതാമെന്ന് നമുക്ക് പഠിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരമെഴുതുമ്പോൾ ഈ 7 പോയിന്റുകൾ നിങ്ങളുടെ ഉത്തരത്തിലുണ്ടായിരിക്കണം. നമുക്ക് ഓരോന്നായി നോക്കാം. എന്റെ കൂടെ പറഞ്ഞു നോക്കിക്കോ. 1. എൻ ഇക്കണോമിക് ആക്ടിവിറ്റി. 2. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്, അതായത് സാധനങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങി വെക്കുകയോ ചെയ്യണം. 3. സെയിൽ ഓർ എക്സ്ചേഞ്ച്, വിൽപ്പന നടക്കണം. 4. റെഗുലർ ഡീലിംഗ്സ്, സ്ഥിരമായി ചെയ്യണം. 5. പ്രോഫിറ്റ് ഏർണിംഗ്, ലാഭം ലക്ഷ്യമായിരിക്കണം. 6. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, അതായത് കിട്ടുന്ന ലാഭം എപ്പോഴും ഒരുപോലെയാകണമെന്നില്ല, അതിലൊരു ഉറപ്പില്ലായ്മയുണ്ട്. 7. എലമെന്റ് ഓഫ് റിസ്ക്, നഷ്ടം വരാനുള്ളൊരു സാധ്യത എപ്പോഴുമുണ്ടാകും. ഒരു കാര്യം ഓർക്കണം, ഈ പോയിന്റുകൾ മാത്രം എഴുതിവെച്ചാൽ മാർക്ക് കിട്ടില്ല. ഓരോ പോയിന്റും ഒരു 2 വരിയിൽ എക്സ്പ്ലെയിൻ കൂടി ചെയ്യണം. ഇനി പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും തെറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. പലരും വിചാരിക്കും ട്രേഡും കൊമേഴ്സും ഒന്നുതന്നെയാണെന്ന്. പക്ഷെ അത് തെറ്റാണ്. ഓർക്കുക, ട്രേഡെന്ന് പറഞ്ഞാൽ വെറും ബൈയിങ് ആൻഡ് സെല്ലിംഗ്, വാങ്ങലും വിൽക്കലും മാത്രം, അതായത് കച്ചവടം. പക്ഷെ കൊമേഴ്സ് അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. കൊമേഴ്സ് ട്രേഡും അതിനെ സഹായിക്കുന്ന ട്രാൻസ്പോർട്ട്, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നതാണ്. അപ്പോൾ കൊമേഴ്സാണ് വലിയ കോൺസെപ്റ്റ്, ട്രേഡ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് മറക്കരുത്. ഇനി പരീക്ഷയ്ക്ക് ഉറപ്പായും പഠിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസ്, അതായത് നിർവചനങ്ങൾ നോക്കാം. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ആദ്യത്തേത് ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക്? ദ പോസിബിലിറ്റി ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ഓർ ഈവൻ ലോസസ്, അതായത് ഒരു ബിസിനസ്സിലെ ലാഭം കുറയാനോ അല്ലെങ്കിൽ നഷ്ടം വരാനോ ഉള്ള സാധ്യത. എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കാരണം ഇതുണ്ടാകാം. ഉദാഹരണത്തിന്, ഫാഷൻ മാറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് വിറ്റുപോകാതിരിക്കുന്നത് ഒരു റിസ്ക്കാണ്. അടുത്ത കീവേഡ് ഇൻഡസ്ട്രി. ഇതും നമ്മൾ പഠിച്ചതാണ്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ കൺവേർഷൻ ഓഫ് റീസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്, അതായത് റോ മെറ്റീരിയൽസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ. സിംപിളായി പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ കൊമേഴ്സ്. All activities which are necessary for maintaining a free flow of goods from producer to consumer. അതായത് ഉണ്ടാക്കിയ സാധനങ്ങൾ ഉൽപ്പാദകരിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഒരു തടസ്സവുമില്ലാതെ എത്താൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് കോമേഴ്സ്. ഇതിൽ വാങ്ങലും വിൽക്കലും മാത്രമല്ല, അതിനെ സഹായിക്കുന്ന എല്ലാം വരും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഞാൻ പതുക്കെ പറയാം, നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിലൊന്ന് ഓർത്തു നോക്കണം കേട്ടോ. റെഡിയല്ലേ? ഓക്കെ. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി. ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടി സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തി. ക്ലിയർ അല്ലേ? ബിസിനസ്സിൻ്റെ 2 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാ? ഇൻഡസ്ട്രിയും കൊമേഴ്സും. ഇൻഡസ്ട്രിയുടെ ജോലി പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനം. കൊമേഴ്സിൻ്റെ ജോലി ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണം. ഇനി കൊമേഴ്സിനെ നമ്മൾ 2ആയി തിരിച്ചു. 1. ട്രേഡ്. എന്താണ് ട്രേഡ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ്, വാങ്ങലും വിൽക്കലും. 2. ഓക്സിലറീസ് ടു ട്രേഡ്, അതായത് ട്രേഡിനെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണം ട്രാൻസ്പോർട്ട്, ബാങ്കിംഗ്, ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? ദാ ഈ ഒരു ചാർട്ട് നോക്കൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു സമ്മറിയാണിത്. ബിസിനസ്സിനെ 2ആയി തിരിക്കുന്നു. ഇൻഡസ്ട്രി, കൊമേഴ്സ്. ഇൻഡസ്ട്രിക്ക് താഴെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. കൊമേഴ്സിന് താഴെ ട്രേഡ്, ഓക്സിലറീസ് ടു ട്രേഡ്. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചാൽ മതി. ഈ ചാപ്റ്റർ മുഴുവൻ ഓർമ്മയിൽ നിൽക്കും. ഇതൊരു മെമ്മറി മാപ്പ് പോലെ ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ടെൻഷൻ വേണ്ട, നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം.
ആദ്യത്തെ 2 ദിവസം നിങ്ങൾ ഈ വിശദീകരണം 1-2 തവണ കൂടി കേട്ട് കൺസെപ്റ്റുകൾ നല്ലപോലെ ഉറപ്പിക്കുക. അടുത്ത 2 ദിവസം കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ മുഴുവനായി വായിച്ചു തീർക്കുക. പിന്നീടുള്ള 2 ദിവസം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ എഴുതിവെച്ച ചെറിയ നോട്ടുകൾ മാത്രം റിവൈസ് ചെയ്യുക. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കുക, നിങ്ങളെക്കൊണ്ടിത് പറ്റും. ഒരു പേടിയും വേണ്ട. നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ധൈര്യമായി പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.